ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞ് നാളെ ഫെബ്രുവരി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെബ്രുവരി മന്തിനുള്ള പുജോ സെറ്റപ്പ് ഉണ്ടാക്കലാണ്. എല്ലാ മാസവും കഴിയുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒരു മന്തിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജസ് ആയിട്ടും കമൻ്റ് ഒക്കെ ആയിട്ട് കാണലുണ്ട് പുജോ സെറ്റപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ബുക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഇയറിൽ ഈ ഭുജോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയത് ഇനി. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ ജനുവരി മന്തിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഭുജോ സെറ്റപ്പ് ഒക്കെ ഒരു ഫ്ലിപ്പ് ത്രൂ പോലെ ഇങ്ങനെ കാണിക്കുക വിചാരിച്ചിട്ടോ. അപ്പൊ അതിൽ ഞാൻ ഈ ഒരു വീക്ക്ലി പ്ലാനറിൽ ഒന്നും ചെയ്തിട്ടില്ല ഇനി, ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി. അപ്പൊ ആ ഒരു വീക്ക്ലി പ്ലാനർ ഞാൻ ഈ പ്രാവശ്യം യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ മന്തിനും വേണ്ടിയിട്ട് പ്രത്യേകം വേറെ ഉണ്ടാക്കണില്ല വീക്ക്ലി പ്ലാനർ. അപ്പൊ ഇനി നമുക്ക് ഈ മന്തിൻ്റെത് ഓരോന്നായിട്ട് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ കാണാൻ? ഭുജോ സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയിക്കൂലേ? നമ്മുടെ സാധാരണ ചെയ്യുന്ന ഡയലി പ്ലാനറും ഡയറി ടു ഡു ലിസ്റ്റ് ഇതിൻ്റെ ഒക്കെ ഒരു മിക്സ് വേർഷൻ ആണ് കേട്ടോ. ന്യൂയോർക്ക് ഡിസൈനർ ആയിട്ടുള്ള റൈഡർ കാരോൾ ആണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസംബർ ഭുജോ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ കണ്ടുനോക്കിയാൽ മതി കേട്ടോ, കൂടുതൽ കാണണം അറിയണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഈ ഒരു പെൻസിൽ ഉണ്ടല്ലോ, ഇതിന് നിങ്ങൾ എന്താ പറയാ, ഞാൻ മൊനമാറ്റി പെൻസിൽ എന്നൊക്കെ പറയലേ. അപ്പൊ ആ ഒരു പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യണത്. അപ്പൊ ഈ മന്തിന്റെ പ്രത്യേകത അറിയാലോ, ആ ഒരു തീമിലാണ് ചെയ്യുന്നത്. ഓരോ മന്ത് നമ്മൾ എടുക്കുമ്പോഴും ആ ഒരു മന്തിൽ നമുക്ക് മാച്ച് ആയിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തീമിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ ചെയ്യുന്നത് വാലന്റൈൻ തീമിലാണ് കേട്ടോ. അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഫസ്റ്റ് പേജ് പെയിൻറ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പം അതിനും വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കളറൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു റെഡ് പെയിൻ്റ് ആണല്ലോ മെയിനായിട്ട്, അപ്പോൾ റെഡ് കളറാണ് മെയിനായിട്ട്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് ഇനി. അപ്പം അതിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാമെന്ന്. നമുക്ക് കറക്റ്റ് നമ്മളെ ഓരോ കാര്യങ്ങൾ ഡേയ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ വീക്കിലായിക്കോട്ടെ ഒക്കെ പ്ലാൻ ചെയ്യാനും കറക്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റ്സ്, ഗോൾസ്, എന്തെങ്കിലും തോട്ട്സ്, ഇൻസ്പിറേഷൻസ്, ഇതൊക്കെ കുറച്ചും കൂടിയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും, അപ്പോൾ ഇതിൽ നമ്മൾ ഹാബിറ്റ് ട്രാക്കർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ വേണം എന്നൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ നല്ല നല്ല ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. അപ്പം ഇതിന് കുറേ ആൾക്കാരൊക്കെ യൂസ് ചെയ്യണ ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ഡെയിലി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ ഡേയും ട്രാക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ മന്ത് ചെയ്ത് പിന്നെ ആ ബുക്ക് പൂട്ടി വെച്ച് പിന്നെ നെക്സ്റ്റ് മന്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യാം കേട്ടോ. ഇപ്പം അത് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഒക്കെ ഒന്ന് ബോർഡർ ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഫുള്ളൊന്ന് വരച്ച് സെറ്റാക്കി മേലെ ഒക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ ചെയ്യാം. ഇവിടെ ഞാൻ മൂഡ് ബോർഡ് ആട്ടോ സെറ്റ് ചെയ്യണത്. അപ്പോൾ പെയിൻറ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തികേടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഇതേപോലെ ഗ്രിഡ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളിങ്ങനെ ലൈൻസ് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് മതി. ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പം ഞാൻ പിന്നെ കൂടുതലും ഇങ്ങനെ യൂസ് ചെയ്യാൻ എടുക്കുക ഇതേപോലത്തെ ഗ്ലൂ സ്റ്റിക്കാട്ടോ. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മൂഡ് ബോർഡ് എന്താന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയിക്കില്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ പറയാട്ടോ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് ഈ ഒരു മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. വിഷൻ ബോർഡ് നമ്മൾ ഒരു ഇയറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ മൂഡ് ബോർഡ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഭുജോ സെറ്റപ്പിൽ നമ്മൾ ഓരോ മന്തിന് ഓരോ തീമിൽ, മീൻസ് നമുക്കിപ്പോൾ ഓരോ മന്തിൽ ഓരോ ടാർഗറ്റ് കോഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ആ ഒരു തീമിൽ വരുന്ന കോഡ്സ്, ഫോട്ടോസ്, ഇമേജസ്, സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇതിൽ ഒട്ടിച്ച് വെക്കാം. നമുക്കൊരു ഇത് നോക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ തോന്നാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കട്ടോ.
ഇതിപ്പോൾ ബുക്കിലല്ലാതെ വേറെ പേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് റൂമിലോ ചുമരിലൊക്കെ ഒട്ടിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇതേപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ എൻ്റെ കയ്യിലുള്ള വേറെ കുറച്ച് സ്റ്റിക്കേഴ്സ് കോഡ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മെയിൻ ആയിട്ടുള്ള ഒരു കോട്ട് അതേപോലെ പെൻ വെച്ചിട്ട് ആ ഒരു ഗ്രിഡ് ആക്കിയിട്ടുള്ള ഓരോരോ കോളത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഐഡിയക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മളപ്പോൾ ആരും ഇപ്പം ഞാൻ പറഞ്ഞതിൽ തന്നെ ചിലപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പ്രശ്നമാവും, അറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് മനസ്സിലായല്ലോ എന്താന്ന്. അപ്പം അതേപോലെ നമ്മൾ ഐഡിയക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ മൂഡ് ബോർഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മന്ദത്തെ മൂഡ് ബോർഡ് ഇനി കുറച്ചും കൂടി നല്ലത് എന്ന്. അപ്പം നിങ്ങൾക്ക് ഏതേനി ഇഷ്ടപ്പെട്ടതെന്ന് അടിയിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലായിട്ട് മൂഡ് ട്രാക്ക് ചെയ്യാനുള്ളത് സെറ്റാക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ പെന്ന് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. പിന്നെ ഈ മന്തിൻ്റെത് അറിയാമല്ലോ, കുറച്ച് സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 28 ആർട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൽ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു. അടിയിലായിട്ട് പിന്നെ ഞാൻ 3 ആർട്ട് എക്സ്ട്രാ വരച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, പിന്നെ വെരി വെരി സാഡ്, പിന്നെ നടുവിലായിട്ടുള്ളത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ Feb 1 നമുക്ക് നല്ല ഹാപ്പിയുള്ള ഡേ ആണെന്നുണ്ടെങ്കിൽ റെഡ് കളർ വെച്ചിട്ട് കളർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ Feb 2 നല്ല സാഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ വെച്ചിട്ട് കളർ ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു മന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് നോക്കുമ്പം നമ്മുടെ ഈ മന്തിലെ ഡേയ്സൊക്കെ എങ്ങനെ ഉണ്ടേനെന്ന് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ആബി ട്രാക്കറും കൂടി ചെയ്യാം. അപ്പോൾ ആബി ട്രാക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലെറ്റർ തീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെറ്റർ ബോക്സ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ 28 ഡേയ്സ് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നതിന് പകരം ലിറ്റിലായിട്ടുള്ള ചെറിയ ചെറിയ ലിറ്റിൽ ആർട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെയാണോ ട്രാക്ക് ചെയ്യേണ്ട ഹാബിറ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എഴുതുന്നത് സ്റ്റഡി, വർക്കൗട്ട്, സ്കിൻ കെയർ, റീഡിങ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കർ ഞാനൊരു 5 രൂപക്ക് മേടിച്ചത്. ഇനി അന്ന് ജേണലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ വിചാരിച്ചിട്ട് മേടിച്ചത്. ഇനി ഇപ്പം എന്തായാലും അത് ഉപകാരത്തിൽ പെട്ടു. ഹാബിറ്റ് എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്ന് അറിയാലോ. നമ്മൾ ഏതൊക്കെ ഡേ ആണോ ആ കാര്യം ചെയ്യുന്നത് അന്നത്തെ ഡേ പോയിട്ട് ആ ഒരു ആർട്ടിന് നേരെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. റെഡ് കളർ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് അത് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് സെറ്റാക്കാം. ഇതിൽ നമ്മൾ വന്നിട്ട് ഈ മന്തിനുള്ള ഗോൾസ്, ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാനുള്ളതാണ് സെറ്റാക്കുന്നത്. എൻവലപ്പും ഒരു ലെറ്ററും കൂടിയാണ് അതിനും വേണ്ടിയിട്ട് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം പെൻസിൽ വെച്ചൊന്ന് വരച്ച്, എന്നാൽ പിന്നെ തെറ്റൂല, എന്നിട്ട് പിന്നെ പെന്ന് വെച്ചിട്ട് വരച്ച്. ആദ്യം ഞാൻ പെൻസിൽ കളർ വെച്ചിട്ട് കളർ ചെയ്യാമെന്ന് ഇനി എൻ്റെ ഒരു പ്ലാന്. പക്ഷേ ഞാൻ പെൻസിൽ കളർ യൂസ് ചെയ്തിട്ട് വലിയൊരു ഗുമ്മൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരു വിൻറ്റേജ് തീം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ബ്രൗൺ കളറൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പം ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തിട്ട് ഉണങ്ങിയിട്ട് ഇതിൽ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു മന്തിൽ നമ്മൾ ഈ ഒരു 5 പേജിലുള്ളത് സെറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. അതിന് കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ വേറൊരു പ്ലാനർ ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക. പിന്നെ അതേപോലെ തന്നെ ഡയറി കളക്ഷൻസ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ജേണൽ കളക്ഷൻസ് ഒക്കെ കാണിച്ചല്ലോ. അപ്പം ഇനി ഡയറി കളക്ഷൻസും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇനി കൂടുതൽ ഐഡിയാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനുവരി മന്തിൽ ചെയ്തപ്പോൾ കുറേ ഐഡിയാസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും. പിന്നെ ഇതിൽ തന്നെ നമ്മൾ അടിയിലായിട്ട് ഒരു കോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾസ് ആൻഡ് ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്തതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പേജ്. പിന്നെ മൂഡ് ബോർഡ്, മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, പിന്നെ ഗോൾസും ടു ഡു ലിസ്റ്റൊക്കെ എഴുതാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനൊന്നും. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം.